പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ്, 2 കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ്. ഈ 2ലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് മന്ത്രിസഭാ യോഗം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അടക്കം വിദഗ്ധോപദേശം തേടിയിരുന്നു. ഇത് വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ കണ്ടിട്ടുള്ളത് ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം പൊസഷൻ ഏറ്റെടുക്കുന്നതിനാണ് മന്ത്രിസഭ അനുമതി നൽകുന്നത്. അങ്ങനെയാകുമ്പോൾ സ്ഥലം ലഭ്യമാകുന്നതിന് വലിയ കാലതാമസമുണ്ടാകില്ല. ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ 1ാം ഘട്ടമായി പുനരധിവസിപ്പിക്കും. അതേസമയം വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ 2ാം ഘട്ടമായി പുനരധിവസിപ്പിക്കാനാണ് തയ്യാറാവുക. പുനരധിവാസ പദ്ധതിയുടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക വയനാട് ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിക്കും. ആ പട്ടിക അന്തിമമാക്കുന്നത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടുപോയ ശ്രുതി എന്ന യുവതിയുടെ ദാരുണമായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവരുടെ പ്രതിശ്രുത വരനും പിന്നെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ശ്രുതിക്ക് ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് ആ ലോറിയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ട കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകുന്നതിനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ലോകമൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലാണല്ലോ കാര്യങ്ങൾ നിൽക്കുന്നത്. വലിയ തോതിലുള്ള യുദ്ധത്തിന് മധ്യേഷ്യയിൽ സാമ്രാജ്യത്വം കളമൊരുക്കുന്ന നിലയാണുള്ളത്. ഇപ്പോൾ ലോകം വലിയ തോതിൽ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇസ്രയേലിനോടും മറ്റും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനും മനുഷ്യക്കുരുതിക്കും വലിയ പിന്തുണയാണ് നൽകി വരുന്നത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് സംഘർഷ മേഖലയിൽ ജീവിക്കുന്ന
പ്രവാസി മലയാളികളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്ക റൂൾസിൻ്റെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നാണ് അവരോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും പ്രതിഷേധാർഹമായ നിലപാടാണ് ഇസ്രയേൽ ഈ ഭാഗത്ത് സ്വീകരിക്കുന്നത്. ലോക പൊതുജനാഭിപ്രായം അംഗീകരിക്കാൻ തയ്യാറല്ല. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി പ്രമേയം മുഖേന പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കൂടുതൽ കടുത്ത നടപടികളിലേക്കാണ് ഇസ്രയേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ.